fuel prices hit a record high in Delhi, Mumbai and Chennai, and after 3 days of pause, they have been hiked again over 20. मध्य प्रदेश में पेट्रोल के दाम 90 के पार पहुंच चुके हैं। वहीं पर पिछले 20 दिनों में पेट्रोल की कीमतें 11 बार बढ़ाई गई हैं और औसत 22 पैसे। ഇന്ധനവില പതിവ് പോലെ ഇന്നും കൂടിയിട്ടുണ്ട്. തുടർച്ചയായ 9ാം ദിവസമാണ് ഇന്ധനവില കൂടിയിരിക്കുന്നത്. പെട്രോളിന് ലിറ്ററിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്ന് കൂടിയത്. Hello there guys, എല്ലാവർക്കും വണ്ടി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ബജാജ് പ്ലാറ്റിന ABS മോഡലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പൊന്നളവേ എപ്പോഴാണ് ഈ ABS ഒക്കെ ഇറങ്ങിയെന്ന്. കാരണം ബജാജ് ആരെയും അറിയിക്കാണ്ട് ഈയിടെയായിട്ട് അവരുടെ മോഡൽസിൽ കുറേ അപ്ഡേറ്റ്സ് ഇറക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ നമ്മുടെ 180യുടെ വീഡിയോ അതുപോലെ ഒരെണ്ണമായിരുന്നു. അത് ആരും അറിഞ്ഞില്ല, അവരവരുടെ സൈറ്റിൽ പോലും നിലവേ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 180 Fൽ നിന്നും 180യിലേക്ക് വണ്ടി മാറിയെന്നുള്ളത്. അതുപോലെ വന്നൊരു അപ്ഡേറ്റാണ് ഈ ഒരു ABSും. അതായത് ഇപ്പോൾ ഇത് പ്ലാറ്റിന 110 ABS ആണ്. ഇതിന് മുമ്പ് ഇത് പ്ലാറ്റിന H ഗിയർ ആയിരുന്നു. എന്നാൽ H ഗിയർ അവർ ഇതിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ആ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് ഇവർ ഇതിൽ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അലോയ് വീൽസും പിന്നെ ഈ പെയിൻറ്റ് സ്കീമും അതുപോലെ തന്നെ ഇതിൽ ABS കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ ഒരു 240mm ഡിസ്ക് ബ്രേക്ക് വിത്ത് സിംഗിൾ ചാനൽ ABS ആൻഡ് കോംബി ബ്രേക്കിംഗ് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നീട് കാണാൻ നിങ്ങൾക്ക് അവർ ബാക്കി ആ പൾസറിന് അടിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന പെയിൻറ്റ് എടുത്തിട്ട് അവർ ഇതിൻ്റെ വീലിന് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ പക്ഷേ ഈ വണ്ടിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും വൈറ്റ് അലോയ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും തലവേദന തന്നെയാണ്. കാരണം ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു കളർ സ്കീം എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ബാക്കി ബൈക്കിനെ പറ്റിയുള്ള വിശേഷം നമുക്ക് പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ബൈക്ക് ഇന്ന് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ കൈനിക്കര ബജാജ് പത്തനംതിട്ടയാണ്. സോ ഏതെങ്കിലും ബജാജ് മോഡൽസ് നിങ്ങൾക്ക് വാങ്ങണമെന്നോ ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുണ്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോറൂമിൽ ചെന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താലും മതി. നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരാമെന്നവരെ ഏറ്റിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ബാക്കി വീഡിയോ കാണുക. കാരണം യൂട്യൂബ് അനലിറ്റിക്സ് ഞങ്ങൾ എടുത്ത് നോക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് നമ്മുടെ കണ്ടൻറ്റ് കാണുന്നുണ്ട്. സോ അവരോടെല്ലാം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ബാക്കി കാണുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം വെറുതെ എനേബിൾ ചെയ്താൽ പോരാ, നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയം ഇട്ടുങ്ങളെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റിന. ഇതിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ചസ് ഞാൻ പറഞ്ഞു. ഇനി കുറച്ച് ഈ വണ്ടി നമ്മൾ നേരത്തെ റിവ്യൂ ആയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയാം. കാരണം ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നോക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ കംഫർട്ടും മൈലേജും നോക്കിയിട്ടാണ്. പ്രത്യേകിച്ച് മൈലേജ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ മൈലേജ് മാത്രമായിരിക്കും. അപ്പം ആ ഒരു കാര്യത്തിൽ ഇവൻ പുലിയാണ്. കംഫർട്ടിലും മൈലേജിലും അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ പ്ലാറ്റിന എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് ഇതൊരു എൻട്രി ലെവൽ കമ്മ്യൂട്ടർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ കംഫർട്ടിന് വേണ്ട ഫീച്ചേഴ്സും മൈലേജ് കിട്ടാൻ വേണ്ടിയുള്ള ഫീച്ചേഴ്സും ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും കംഫർട്ട് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു സസ്പെൻഷനും പിന്നെ സീറ്റിങ്ങുമാണ്. അതായത് അത്യാവശ്യം നല്ല വൈഡും കുഷൻഡുമായിട്ടുള്ള സീറ്റ്സാണ് ഇതിൽ വരുന്നത്. ഒരു ബെഞ്ചിലിരിക്കുന്ന സുഹൃത്തിൽ തന്നെ നമുക്ക് ഇതിലിരിക്കാൻ സാധിക്കും. ഒരു കുഷനിട്ടൊരു ബെഞ്ച് ഇരിക്കുന്ന പോലെ തന്നെ. അതായത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. നമ്മൾ വളരെ നിവർന്നാണ് ഇതിൽ ഇരിക്കുന്നതും. പിന്നീട് ഇതിൻ്റെ ഫുഡ് പെക്സിൻ്റെ പൊസിഷനും എല്ലാം തന്നെ നമ്മൾ ഒട്ടും തന്നെ സ്ട്രെസ്സ് വരുന്ന രീതിയിലല്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളൊരു സൈക്കിൾ, ഒരു മോട്ടോർ വെച്ച സൈക്കിൾ എങ്ങനെ ഓടിക്കുമോ അതിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നീട് വരേണ്ടതാണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എഞ്ചിൻ. സോ ഇത് നമ്മുടെ 110 വേർഷനാണ്. ഇതിൻ്റെ തന്നെ 100cc വേർഷനും വരുന്നുണ്ട്. അപ്പോൾ 110 എന്ന് പറഞ്ഞാലും ഇതൊരു 115cc സിംഗിൾ സിലിണ്ടർ DTSI എഞ്ചിനാണ്. എയർ കൂൾഡ് ആണ്.
ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല, എന്നാൽ ഈ കാർബ് ടെക്നോളജിയാണ്. അതിൽ തന്നെ ബജാജ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ ബെറ്റർ ഒരു സ്മൂത്ത് റൈഡിന് വേണ്ടിയിട്ടും നല്ല മൈലേജിന് വേണ്ടിയിട്ടും അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണത്. ഇനി ഈ ഒരു എഞ്ചിൻ്റെ ഓൺ പേപ്പർ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.8 7.8 അല്ലയോടാ, 2 ഉണ്ട്. അതല്ല, മറ്റേ ആദ്യത്തെ നോക്കിയാൽ മതി. ആദ്യത്തെ 8.6, രണ്ടാമത്തെ 9. അത് പറടാ കട്ടി. ഇനി ഒരു എഞ്ചിൻ്റെ ഓൺ പേപ്പർ സ്പെക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8.6 bhp ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അത് 7000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 9.7 Nm ടോർക്ക് ഇത് 5000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലോ ആൻഡ് മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിൻ്റെ റൈഡ് ഫീൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് റൈഡാണ് ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇതൊരു ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒരു ടെക്നോളജിയും കൂടെ അവർ കൊണ്ടുവന്നുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് റൈഡാണ് നമുക്ക് കിട്ടുന്നത്. നല്ല റിഫൈൻമെൻ്റ് ആണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളത്. പിന്നെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് നമ്മൾ ആ ടോപ്പ് എൻ്റെ ഇങ്ങനെ റിങ് ചെയ്ത് പിടിച്ചാൽ മാത്രമാണ് ഈ വണ്ടിയിൽ നിന്ന് വൈബ്രേഷൻ എന്നുള്ള ഒരു ഐറ്റം നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. അല്ലാണ്ട് എല്ലാ കണ്ടീഷൻസിലും ഇത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 80 ഇതിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ 70 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ചെറിയ ഒരു ഫിഗേഴ്സ് മാത്രമാണ്. കമ്പനി എന്തോ 100 കിലോമീറ്ററൊക്കെയാണ് ഇതിന് ക്ലെയിം ചെയ്യുന്നൊരു മൈലേജ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ റൈഡിങ് സ്റ്റാൻസ് നമ്മുടെ കണ്ടീഷൻസും അനുസരിച്ച് ഓൾമോസ്റ്റ് അതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ തന്നെ വന്നു. എങ്ങനെ പോയാലും ഒരു 90 കിലോമീറ്റർ 80 കിലോമീറ്റർ മൈലേജൊക്കെ ഈ ഒരു ബൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് വളരെ ലൈറ്റ് മോട്ടോർ സൈക്കിളാണിത്. നമുക്ക് ഇത് ഓടിക്കുമ്പോൾ യാതൊരു ഒരു സ്ട്രെസ്സോ പേടിയോ ഒന്നും തന്നെ ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇതുവഴി വേണമെങ്കിലും വളരെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നൊരു ബൈക്കാണ്. അതായത് ഒരു ബൈക്ക് ഓടിക്കുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് ഇതിന് കിട്ടുന്നില്ല. ഒരു എഞ്ചിൻ വെച്ച സൈക്കിൾ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഒരു ഫീലാണ് ഈ ഒരു ബൈക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഓടിച്ച് പഠിക്കാൻ പറ്റിയ ബൈക്ക്, നിങ്ങൾക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നൊരു ബൈക്കുമാണ് നമ്മുടെ പ്ലാറ്റിന എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് 2 എഞ്ചിൻ വേരിയൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ 110 ആണ്, ഇനി ഇതിൻ്റെ 100cc വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇതിൻ്റെ 110 എടുക്കാനേ നിങ്ങളോട് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു പവറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബൈക്കിൽ നിന്ന് ഈ ഒരു എഞ്ചിനാണ് തരാൻ പോകുന്നത്. 100cc എന്ന് പറയുമ്പോൾ തീരെ ലോ ആയപ്പോൾ അത് നമുക്ക് കുറച്ച് ലാഗിങ് ആയിട്ടും കാര്യങ്ങളൊക്കെ തോന്നും. ബാക്കിലൊക്കെ ആളിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. എന്നാൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് നല്ല പുള്ളിങ് ഒക്കെ ഉള്ളൊരു ബജാജ് എഞ്ചിൻ തന്നെയാണ്. ഇനി ഇതിൽ വന്ന മറ്റേ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൽ വന്ന ചേഞ്ചാണ്. ഇപ്പോൾ 240mm ഫ്രണ്ട് ഡിസ്ക് വിത്ത് സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിംഗ് നോക്കി കഴിയുമ്പോഴും വലിയൊരു പെർഫോമൻസ് എന്നുള്ള രീതിയിലില്ല, എന്നാൽ നല്ല ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കാഴ്ചവെക്കുന്ന ബൈക്കാണ്. അതായത് ഇതിൻ്റെ വെയിറ്റും നിങ്ങളുടെ വെയിറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 60-70 എന്നൊക്കെ നിങ്ങളെ നൈസായിട്ട് നിർത്താൻ പറ്റുന്ന ബ്രേക്കാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞ പോലെ ഇനിഷ്യൽ ബൈറ്റും ആ ഒരു മാസീവ് സ്റ്റോപ്പിംഗ് പവറൊക്കെ കുറവാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ബൈക്കിന് വേണ്ട അതേ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിലൊക്കെ അത്യാവശ്യം സ്പീഡിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു പാനിക് ബ്രേക്കിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ഒട്ടും തന്നെ ചോർന്നു പോകുന്നില്ല. നമുക്ക് നൈസായിട്ട് ബ്രേക്ക് ഫുള്ള് വാരി പിടിക്കാം. എന്നാൽ തന്നെ വണ്ടി ലോക്ക് ആകത്തില്ല, വളരെ കൺട്രോൾ ചെയ്ത് തന്നെ ആയിരിക്കും നിൽക്കാനും പോകുന്നത്. ഇനി ഇതിന് ഞാൻ കയറി ഇരുന്നിട്ട് സീറ്റിംഗ് പോസ്റ്ററും അതുപോലെ തന്നെ വണ്ടിയുടെ എക്സോസ്റ്റിനോടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഏകദേശം 805 mm ആണ്. അപ്പോൾ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഐഡിയൽ ഹൈറ്റാണ്. എല്ലാ കൈൻഡ് ഓഫ് ഹൈറ്റ് ഉള്ളവർക്കും ഇതിൽ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. വണ്ടിക്ക് വലിയ വെയിറ്റ് വരുന്നില്ല, 122 കിലോഗ്രാം എന്തോ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വെയിറ്റ് ഈ ഒരു സീറ്റിംഗ് ആ ഒരു പോസ്റ്ററൊക്കെ ആയിട്ട് നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാവുന്നൊരു ബൈക്കാണ്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കിയാൽ ഒരുപാട് വൈഡ് അല്ല, എന്നാൽ ഒത്തിരി ഷോർട്ടല്ല, ഒരു മീഡിയം സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. റേസ്ഡായിട്ട് നമുക്ക് നേരെ വരുന്ന രീതിയിലുള്ള ഹാൻഡിൽ ബാർസാണ്. പിന്നെ ഫുഡ് പാക്ക് ആണെങ്കിൽ കൂടി സെൻറ്റർ സെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ഫോർവേഡായിട്ടുള്ള ഫുഡ് പാക്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ ഇരിക്കുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബൈക്കിൽ ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും. കംഫർട്ട് മാക്സിമം തരുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിൽ വന്ന മറ്റൊരു ചേഞ്ചാണ് ഇതിൻ്റെ ഈ ഒരു സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റൽ കൺസോൾ ഉണ്ടായിരുന്നു, അത് അവർ മാറ്റിയിട്ട് അവിടെ ഒരു അനലോഗ് കൺസോൾ കൊണ്ടുവന്നു. അപ്പോൾ അതിലൂടെ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ABS കയറ്റിയപ്പോൾ കുറച്ച് പ്രൈസിൽ ഇൻക്രീസ് വരും. അപ്പോൾ ആ ഒരു ഇൻക്രീസ് ഇത് മാറ്റിയതോട് കൂടിയിട്ട് അവരവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ബൈക്കിന് 75,000 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. കറക്റ്റ് പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് ഓൺ റോഡ് പത്തനംതിട്ട കേരള പ്രൈസൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ വന്ന മാറ്റം ഒരു മിസ്സിംഗ് ആണ്. കാരണം അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിരുന്നു ഈ ഒരു ബൈക്കിൽ. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഇത്ര ഒരു ബൈക്കിന് നല്ലൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ തന്നെയായിരുന്നു ആ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ABS വന്നതുകൊണ്ട് ABS നല്ലൊരു കാര്യമാണ്, അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസിൽ ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊരു ബജാജിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എന്തായാലും അത് പോട്ടെ, ഇല്ലാത്തതിനെ പറ്റി നമ്മൾ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നമുക്ക് 2 ബ്രഷ് ഗാർഡ് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ
വലിയൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയില്ല. എന്നാൽ നമ്മൾ വെളുപ്പിനെയും രാത്രിയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് തണുപ്പ് കാറ്റ് നേരിട്ട് നമ്മുടെ അടിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഴവെള്ളം അല്ലെങ്കിൽ നിങ്ങൾ കാട്ടിക്കൂടൊക്കെ പോകുകയാണെങ്കിൽ ചെറിയ കാടും ഒക്കെ നമ്മുടെ കയ്യിലടിക്കാതിരിക്കാൻ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒന്ന് വീണാൽ നൈസായിട്ട് പൊട്ടാവുന്നതേ ഉള്ളൂ ഇത്. എന്നാലും നമുക്ക് വേറെ എണ്ണം വാങ്ങിച്ച് വെക്കാൻ വലിയ ചിലവൊന്നും വരുന്ന കാര്യമില്ല. പിന്നീട് ചിലവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബൈക്കാണ് ഇതെന്ന് പറയുന്നത്. വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ബജാജ് ആയതുകൊണ്ട് തന്നെ ഏത് പെട്ടിക്കടയിലും നമുക്ക് ഇതിൻ്റെ പാർട്സൊക്കെ അവൈലബിൾ ആണ്. ലേബർ ചാർജൊക്കെ തന്നെ വളരെ കുറവാണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും വരാത്ത ഒരു ബൈക്കാണ് നമ്മുടെ പ്ലാറ്റിന എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐഡിൽ സൗണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുണ്ടോ. വളരെ സ്മൂത്തായിട്ടാണ് ഒരു എഞ്ചിൻ റൺ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇതിൽ കയറി ഇരുന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. അതായത് നമ്മൾ ഹോണ്ട ഷൈൻ പോലെയുള്ള ബൈക്കുകളൊക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ളൊരു റിഫൈൻമെൻറ്റ് നമുക്ക് ഈ ഒരു ബൈക്കിൽ നിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അത്രയൊക്കെയാണ് ഈ ഒരു പ്ലാറ്റിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരെങ്കിലും പ്ലാറ്റിന ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതിനെയും വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്തരം ബൈക്കുകളുടെ അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന വാഹനങ്ങളുടെ എല്ലാം പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായിട്ടുള്ള വണ്ടി മലയാളം എന്നുള്ള പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയോട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ നിജിൻ സൈനിങ് ഔട്ട്.